ഒരുപാട് പേഷ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡൗട്ടാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് നല്ലതാണോ എന്നുള്ളത്. ആർക്കൊക്കെയാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളത്, ആർക്കൊക്കെയാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളാൻ പാടില്ലാത്തത്, വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നതിനെ പറ്റിയിട്ടാണ്. പനി വരുമ്പോൾ, തൊണ്ടവേദന വരുമ്പോൾ ഒക്കെ നമ്മൾ വായിൽ ഉപ്പുവെള്ളം കൊള്ളാറുണ്ട്. അതല്ലാതെ തൊണ്ട ഗാർഗിൾ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നമുക്ക് തൊണ്ടവേദന കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉപ്പിന് നാച്ചുറൽ ആയിട്ട് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് വളരെയധികം സഹായിക്കും. പ്രത്യേകിച്ച് ചെറു ചൂടുള്ള ഉപ്പുവെള്ളം. പനിയുള്ളപ്പോഴും തൊണ്ടവേദന ഉള്ളപ്പോഴൊക്കെ നമുക്ക് ഉപ്പുവെള്ളം പിടിക്കുമ്പോൾ ആശ്വാസം കിട്ടുന്നത് ഉപ്പിലുള്ള ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കാരണമാണ്. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നതിന്റെ 8 ഗുണങ്ങൾ, അതുപോലെ തന്നെ ഉപ്പുവെള്ളം കൊള്ളാൻ പാടില്ലാത്ത 2 സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. നമ്പർ 1, പല്ലുവേദന ഉള്ളപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം വായിൽ കൊള്ളാവുന്നതാണ്. ഇത് ഒരു ചെറിയ ഒരു ആശ്വാസമേ നമുക്ക് തരത്തുള്ളൂ. ഇതൊരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, നമുക്കൊരു ഹോം റെമഡി പോലെ വേണമെങ്കിൽ കരുതാം. അതായത് കുറച്ചു നേരം ഒരു ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. എന്നാൽ ഓവറായിട്ട് ചൂടുള്ള വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നീര് കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ചൂടുള്ള വെള്ളം കൊള്ളരുത്. ഒരു ചെറു ചൂടുവെള്ളം, ഒരു വാം ആയിട്ടുള്ള സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഇതൊരു ട്രീറ്റ്മെന്റ് അല്ല, ജസ്റ്റ് ഒരു ആശ്വാസം നൽകുന്ന ഒരു ഫാക്ട് മാത്രമാണ്. ഇനി വായിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് സഹായിക്കും. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ തരത്തുള്ളൂ. അതിന് പ്രധാന കാരണം നമുക്ക് പല്ലുവേദന ഉള്ള സമയത്ത് വായിൽ കുറച്ച് അസിഡിക് pH ആയിരിക്കും. അപ്പൊ ഈ ബാക്ടീരിയയുടെ ആ സമയത്ത് ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുന്നത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഈ ഉപ്പുവെള്ളം കൊള്ളുന്നത് വഴി ഉണ്ടാവുമെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാതെ ഈ വേദന മാറില്ല. രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ടോൺസിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ, ടോൺസിൽസിൽ ഇതുപോലെയുള്ള മുത്തുപോലുള്ള കല്ലുകൾ വരാറുണ്ട്. അപ്പൊ ഈ ടോൺസിൽ സ്റ്റോൺ ഉള്ളവരിൽ നമുക്ക് ഉപ്പുവെള്ളം ഗാർഗിൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ആശ്വാസം ഉണ്ടാവാറുണ്ട്. അതുപോലെ ടോൺസിൽ സ്റ്റോൺ ക്ലിയർ ആയി പോകാനൊക്കെ അത് സഹായിക്കാറുണ്ട്. ടോൺസിൽ സ്റ്റോണിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ പോയി കാണുക. വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കാം. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പനിയൊക്കെ വരുമ്പോൾ നമുക്ക് തൊണ്ടവേദന ഉണ്ടെങ്കിൽ, തൊണ്ടയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നാലാമതായിട്ട് മോണരോഗം ഉള്ളവരിൽ നമുക്ക് ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇത് മോണരോഗം മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുകയൊന്നുമില്ല, അതിനൊരു ആശ്വാസം നൽകും എന്നുള്ളതേ ഉള്ളൂ. ഇതിന്റെ സിംറ്റംസ്, അതായത് ബ്ലീഡിങ് കുറച്ച് കുറയ്ക്കും. അതുപോലെ കുറച്ചൊന്ന് ബാക്ടീരിയൽ ലോഡ്, മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ എഫക്റ്റ് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്ക് മോണരോഗത്തിനുള്ള ട്രീറ്റ്മെന്റുകൾ പ്രോപ്പർ ആയിട്ട് എടുക്കേണ്ട അത്യാവശ്യമാണ്. മോണരോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ചിലപ്പോൾ ഫ്ലാപ്പ് സർജറി ആയിരിക്കാം, ചിലപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന്റെ ആവശ്യമുള്ളായിരിക്കുള്ളൂ. അപ്പൊ ഏതാണോ ട്രീറ്റ്മെന്റ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് അതുമായിട്ട് മുന്നോട്ട് പോവുക. പക്ഷെ മോണരോഗത്തിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സോൾട്ട് വാട്ടർ ഗാർഗിൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒന്ന് ഓർക്കുക, തീർച്ചയായിട്ടും മോണരോഗത്തിന് വേണ്ടത് ട്രീറ്റ്മെന്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഒരു 1 വീക്ക് ഒക്കെ നമ്മൾ ഉപ്പുവെള്ളം വായിൽ കൊള്ളാൻ പറയാറുണ്ട്. അത് ഒരുപാട് ചൂടിൽ കൊള്ളണമെന്നില്ല. ഇതുപോലെ വാമായിട്ടുള്ള ചെറു ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ ഒന്ന് കൊണ്ടു നിർത്തിയിട്ട് തുപ്പുന്നത് മോണയൊന്ന് പെട്ടെന്ന് ഹീൽ ആവാനും ഈ അറ്റാച്ച്മെന്റ് കുറച്ചുകൂടെ കറക്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. മോണരോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പ്രസൻസ് വായിലുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഈ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് സഹായിക്കും. നമ്പർ 5, മൗത്ത് അൾസർ ഉള്ള സമയത്ത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ വായിൽ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കുക, അൾസർ ഉള്ള സമയത്ത് സോൾട്ട് വാട്ടർ വായിൽ കൊള്ളുമ്പോൾ നല്ല നീറ്റലായിരിക്കും. പക്ഷെ ഒരു പരിധി വരെ ഇത് ഹീലിംഗിന് സഹായിക്കും. കൂടുതലായിട്ടും മൗത്ത് അൾസർ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. 4 ആഴ്ചയായിട്ടും ഈ അൾസർ മാറാതെ നിൽക്കുകയാണ്, ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോപ്സിക്കോ അതുപോലെ തന്നെ ഫർദർ ട്രീറ്റ്മെന്റിലോട്ടൊക്കെ പോകേണ്ട അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. മൗത്ത് അൾസർ ഉണ്ടെങ്കിൽ 4 ആഴ്ച കൂടുതൽ മാറാതെ നിൽക്കുവാണെങ്കിൽ അതിന് പ്രത്യേകം ട്രീറ്റ്മെന്റ് വേണ്ടത് അത്യാവശ്യമാണ്. വായിൽ ഉണങ്ങാതെ നിൽക്കുന്ന ചില അൾസറുകൾ ഒരു പക്ഷേ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ബയോപ്സി ചെയ്യുക. അതുപോലെ തന്നെ ഫർദർ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട അത്യാവശ്യമാണ്. നമ്പർ 6, അലർജി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് നമുക്ക് അലർജികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്.
നമ്പർ 7, ടോൺസിലൈറ്റിസ് ഉള്ളവരിൽ നമുക്ക് വായിൽ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഇവിടെ 2 വശത്തായിട്ടും ടോൺസിൽ എന്ന് പറയുന്ന ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥിയിൽ വരുന്ന ഇൻഫ്ലമേഷൻ അത് ഈ തൊണ്ട അടപ്പായിട്ടോ തൊണ്ടവേദന ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സോൾട്ട് വാട്ടർ ഉപ്പുവെള്ളം ഇതുപോലെ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. തൊണ്ടയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. നമ്പർ 8, വായിൽ എന്തെങ്കിലും സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പല്ല് എടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മോണയുടെ ട്രീറ്റ്മെന്റുകൾ, ഫ്ലാപ്പ് സർജറി അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സലൈൻ ഗാർഗിൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഒന്ന് ഓർക്കുക, നമ്മൾ പല്ലെടുത്തിട്ട് അപ്പൊ തന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് ശക്തിയായിട്ടൊന്നും കുലുക്കുഴിയാൻ പാടില്ല. അങ്ങനെ ശക്തിയായിട്ട് കുലുക്കുഴിയുന്നത് നമുക്ക് പെട്ടെന്ന് ആ ക്ലോട്ട് അവിടെ നിന്ന് ഇളകി പോകാനും ബ്ലീഡിങ് കൂടാനും അതുപോലെ തന്നെ മുറിവ് ഉണങ്ങാനും ഒക്കെ താമസം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പല്ലെടുത്ത ഒരു സാഹചര്യത്തിൽ അതിശക്തമായിട്ട് കുലുക്കുഴിയൊന്നും വേണ്ട. അത് അന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല. പല്ലെടുത്ത് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചൂട് ഒട്ടുമേ ഇല്ലാത്ത, അല്ലെങ്കിൽ കൈച്ചൂട് മാത്രം എന്ന് പറയില്ല, അതായത് ചെറിയൊരു ചൂട് മാത്രമുള്ള ഉപ്പുവെള്ളം വായിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊണ്ടു നിർത്തിയിട്ട് തുപ്പിക്കളയാം. അല്ലാതെ ശക്തിയായിട്ട് കുലുക്കുഴിയാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ പേഷ്യനോട് പറയാ, പല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വായിലൊന്ന് ഉപ്പുവെള്ളം ജസ്റ്റ് ഒന്ന് കൊണ്ടു നിർത്തി തലയൊന്ന് അനക്കിയാൽ തന്നെ നമുക്ക് ആ ഭാഗത്ത് വെള്ളം എത്തും. അതല്ലാതെ ശക്തിയായിട്ട് കുലുക്കുഴിയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് തല ഇങ്ങനെ ആ ഭാഗത്തോട്ടൊന്ന് കാണിച്ചിട്ട് പിന്നെ തുപ്പിക്കളയുക. ഇത് പെട്ടെന്ന് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും ശക്തമായിട്ട് കുലുക്കി കഴുകരുത് പല്ലെടുത്ത് കഴിഞ്ഞാൽ. അതുപോലെ മോണയുടെ ട്രീറ്റ്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപ്പുവെള്ളം കൊള്ളാവുന്നതാണ്. അതുപോലെ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വായിൽ ഉപ്പുവെള്ളം കൊള്ളുന്നത് വളരെ നല്ലതാണ്. ഇനി ഉപ്പുവെള്ളം വായിൽ കൊള്ളാൻ പാടില്ലാത്തത് ആരൊക്കെയാന്ന് നോക്കാം. നമ്പർ 1, BP ഉള്ളവരില്, ബ്ലഡ് പ്രഷർ ഒരുപാട് ഉള്ളവരില് നമുക്ക് വായിൽ ഒരുപാട് ഉപ്പുവെള്ളം കൊള്ളാൻ പാടില്ല. BP ഉള്ളവര് ഇതുപോലെ വായിൽ ഉപ്പുവെള്ളം കൊള്ളുന്നത് അവർക്ക് പ്രഷർ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും BP ഉണ്ടെങ്കിൽ, അത് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ചില ആൾക്കാർ ഉപ്പുവെള്ളം കൊള്ളാൻ പറഞ്ഞു കഴിഞ്ഞാലും വർഷങ്ങളോളം മാസങ്ങളോളം ഇങ്ങനെ ഡെയിലി ഒരു 3-4 തവണയൊക്കെ ആയിട്ട് ഉപ്പുവെള്ളം കൊള്ളാറുണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം 3 നേരത്തിൽ കൂടുതൽ ഉപ്പുവെള്ളം കൊള്ളേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം വായി കൊണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് വായിൽ ഡ്രൈ മൗത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതിന് പകരം ചെയ്യേണ്ടത് ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം ഉപയോഗിക്കുക, പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, നിർദ്ദേശപ്രകാരം എത്ര കാലയളവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലയളവ് മാത്രം ചെയ്യുക. അത് കഴിഞ്ഞ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക. ഒരു 2 to 3 ടൈംസിൽ കൂടുതൽ ഒരു ഡേ ഉപ്പുവെള്ളം കൊള്ളേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഒരുപാട് ഉപ്പുവെള്ളം കൊള്ളുന്നത് വായിൽ ഡ്രൈ മൗത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ ഉപ്പുവെള്ളം കൊണ്ടാൽ മതി. അല്ലാതെ ഡെയിലി 7 ദിവസം ഒന്നും ഉപ്പുവെള്ളം കൊള്ളേണ്ട കാര്യമില്ല. ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മാക്സിമം ഒരു 2 വീക്സ് ഒക്കെ നമുക്ക് ഉപ്പുവെള്ളം കൊള്ളാവുന്നതാണ്. ഉപ്പുവെള്ളം കൊള്ളുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറോട് പറയുക. അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മൗത്ത് വാഷുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. പല്ലെടുത്ത ഉടനെ ഒരിക്കലും വായിൽ ഇതുപോലെ സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യാൻ പാടില്ല. ഇതുപോലെ വാമായിട്ടുള്ള സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യുന്നത് പല്ലിന്റെ ഹീലിംഗിനെ വളരെയധികം എഫക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പല്ലെടുത്ത് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം സോൾട്ട് വാട്ടർ ഗാർഗിൾ ചെയ്യാവുന്നതാണ്. അതും ശക്തിയായിട്ട് കുളിക്കൂരേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ ചെയ്താൽ മതി. ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. അതുപോലെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Thank you.